ഹലോ എവരിവൺ. അങ്ങനെ എംബ്രാൻ റിലീസ് ആയിരിക്കുകയാണ്. ലൂസിഫർ ഫ്രാഞ്ചൈസിയിലെ രണ്ടാമത്തെ പടമാണ്. അതെല്ലാവർക്കും അറിയാം. കഴിഞ്ഞ പടത്തിൽ കണ്ടതാണ് ജഗം ജാന്താസ് CM ആകുന്നതും പിന്നെ സ്റ്റീഫൻ ടെന്റെ മറ്റൊരു പേര് ഖുറേഷിയാണെന്നൊക്കെ പറഞ്ഞാണ് ആ പടം അവസാനിക്കുന്നത്. പിന്നെ എംബ്രാനിൽ വരുമ്പോൾ 2002 കലാപവും പൃഥ്വിരാജിന്റെ കുട്ടിക്കാലവും കുറെ വയലൻസും കേരള രാഷ്ട്രീയത്തിലെ പല മാറ്റങ്ങൾ സംഭവിക്കുന്നതൊക്കെയാണ് ഈ പടത്തിൽ കാണാൻ കഴിയുന്നത്. പിന്നെ ലാലേട്ടൻ ഉള്ള കാര്യം പറയുമല്ലോ, ഖുറേഷിയേക്കാൾ കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് സ്റ്റീഫൻ നെടുമ്പള്ളിയാണ്. അതിലെ കാട്ടിലെ തന്നെ 5 സെക്കൻഡ്സ് ഉണ്ട്, അത് സൂപ്പറാണ്. ഇവിടെ ഖുറേഷിയുടെയും മസൂദിന്റെ ഫൈറ്റ് ഒക്കെ കാണുമ്പോൾ ഏതാണ്ട് പഴയ പടത്തിലെ ഫൈറ്റ് പോലെ സ്ലോ മോഷനും കരിയില പറക്കുന്നതും ഒക്കെ. ലൂസിഫറിൽ നമ്മൾ കണ്ട ഖുറേഷി തന്നെയാണ് ഇത് എന്ന് പോലെ എനിക്ക് തോന്നിപ്പോയി. ഏതാണ്ട് വലിയ സിൻഡിക്കേറ്റ് ആണ്, ഇന്റർനാഷണൽ ആണ്, ഇലുമിനാറ്റി എന്നൊക്കെ പറഞ്ഞിട്ടിപ്പോ ഇതെന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് പോലെ എനിക്ക് തോന്നിപ്പോയി. ഈ പടത്തിൽ ഫസ്റ്റ് ഹാഫ് ഒരുമാതിരി കണ്ടിരിക്കാം. പിന്നെ സെക്കൻഡ് ഹാഫ് ചിലയിടത്തൊക്കെ ലാഗിങ് ഒക്കെ ഫീൽ ചെയ്തു. പിന്നെ ഇതൊരു ഭയങ്കര മാസ് മൂവിയാണോ എന്നൊക്കെ ചോദിച്ചാൽ നമുക്കറിയാം എംബ്രാൻ ഒരു പാൻ ഇന്ത്യൻ മൂവി ലെവൽ എന്നൊക്കെ പ്രൊമോഷൻ ചെയ്താണ് ഈ പടം റിലീസ് ചെയ്തത്. പാൻ ഇന്ത്യൻ റീച്ചിന് വേണ്ടിയ പല വിഷയങ്ങളും ഈ പടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം. അത് റിലീസിന് ശേഷം ആ വിഷയം സോഷ്യൽ മീഡിയയിൽ തന്നെ വലിയ ചർച്ചാ വിഷയമാണ്, അതെല്ലാവർക്കും അറിയാം. പിന്നെ ഈ പടത്തിലെ എൻഡിങ്ങിൽ വരുമ്പോൾ അവിടെയാണ് നമ്മൾ ഒരുപാട് സ്പെക്കുലേറ്റ് ചെയ്ത ഡ്രാഗൺ അത് L3 ലീഡ് ചെയ്യുന്ന വിധം അതൊക്കെ സൂപ്പറാണ്. പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ ഈ പടം എങ്ങനെ ഉണ്ട് എന്ന് ചോദിച്ചാൽ കണ്ട ഫോളോവേഴ്സ് ഒക്കെ പറയുന്നത് പോലെ ഇതൊരു പാൻ ഇന്ത്യൻ മൂവിയാണ്. ഹോളിവുഡ് ലെവൽ എന്നൊന്നും പറയാൻ എനിക്ക് പറ്റത്തില്ല. പിന്നെ ഇതൊരു വൺ ടൈം വാച്ചബിൾ മൂവി എന്ന് വേണം പറയാം. പിന്നെ നിങ്ങൾ ഈ മൂവി കണ്ടതാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ലൈക്ക് ഷെയർ.